ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഈ ആഴ്ചയിലെ പ്രത്യേകമായിട്ടുള്ള മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ ഈ മാസത്തിൽ നടക്കുന്ന മീറ്റിങ്ങുകളുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇതുവരെ ആരാധനയിലൊക്കെ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ കൊച്ചിയിലുള്ള നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയുടെ മെയിൻ ഓഫീസിലേക്ക് തന്നെ വന്ന് ഏതെങ്കിലും ഒരു ദിവസത്തെ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹപുരസ്സരം ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു സ്പോൺസർ ഉള്ളത്, ഒരു കോ സ്പോൺസറാണ് പള്ളുരുത്തിയിൽ നിന്ന് സ്വർണ്ണലതയാണ്. താങ്ക് യു സിസ്റ്റർ സ്വർണ്ണലത. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഭവനം ലഭിക്കുവാൻ, മക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ, സ്വർണ്ണലതയുടെ ജോലി സ്ഥിരമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്തൊരു സ്പോൺസറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എലിസബത്ത് ജോൺ ആണ്. താങ്ക് യു സിസ്റ്റർ. ഫെബ്രുവരി 18 മകൾ സൂസൻ്റെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ സൂസൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഫെബ്രുവരി 28 എലിസബത്ത് ജോണിൻ്റെ ജന്മദിനമാണ് വരാൻ പോകുന്നത്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഡിയർ സിസ്റ്റർ. അതുപോലെ മകൾ സൂസന് ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീമിൽ സെലക്ഷൻ ലഭിച്ചതിൻ്റെ നന്ദി സൂചകവുമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ സൂസൻ. കർത്താവ് ധാരാളമായിട്ട് ഇനിയും അനുഗ്രഹിക്കട്ടെ. ഉയരങ്ങൾ കീഴടക്കാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർക്കൊരു നല്ല ഭവനം അവിടെ ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കർത്താവെ, അതിനുള്ള വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എങ്ങനെയിരിക്കുന്ന കാര്യങ്ങളൊക്കെ? കയ്യിൽ ബൈബിളുണ്ടോ? നോട്ട്ബുക്കുണ്ടോ? പേനയുണ്ടോ? അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനുള്ള സാമഗ്രികളുണ്ടോ? ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവവചനങ്ങൾ ജീവിതത്തിലേക്ക് ഡെപ്പോസിറ്റായി നാളുകളിൽ അതിലൂടെ പലിശയും കൂട്ടുപലിശയും സഹിതം ഒരു വിളവെടുപ്പുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആരാധന എന്ന വിശാലമായ വലിയൊരു ടോപ്പിക്കാണ്. അതിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ദി എലമെൻറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് വർഷിപ്പ്, അല്ലെങ്കിൽ പലർ ചേർന്നുള്ള കൂട്ടായ ആരാധനയിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തേത് നമ്മൾ കണ്ടത് കൺഫെഷൻ ഓഫ് സിൻസ്, അല്ലെങ്കിൽ പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ. പാപങ്ങൾ നമ്മൾ ഏറ്റുപറയണം, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് നമ്മൾ ഇന്നലെ കണ്ട് പബ്ലിക് റീഡിങ്, പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ഓഫ് ദ വേർഡ്. ആരാധന നടക്കുന്നതിനുള്ളിൽ ആരാധന നടക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആരാധനയുടെ അജണ്ടയിൽ, സർവീസിൽ, ഓർഡറിൽ എന്തുകൂടെ ഉണ്ടായിരിക്കണം? ദൈവവചനം ഉറക്കി വായിക്കുന്നതും, വായിച്ച് കേൾപ്പിക്കുക, അത് കേൾക്കുക, അതിനെ വ്യാഖ്യാനിക്കുക, അർത്ഥം പറഞ്ഞു കൊടുക്കുക, ശക്തമായി പ്രസംഗിക്കുക, ഉപദേശിക്കുക. ദൈവവചനം വളരെ ശക്തമായി കൈകാര്യം ചെയ്തിരിക്കണം. അതിനൊരുക്കം ആവശ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിഞ്ഞുകൂടെ, എൻ്റെ ലൈഫിൻ്റെ വലിയൊരു ഭാഗം ദൈവവചനത്തിന് വേണ്ടി ഞാൻ എഴുതി മാറ്റി. ഇന്നലെയാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങൾ, ഇന്ന് ഒക്കെയും ഒത്തിരി സമയം ദൈവവചനത്തിന് വേണ്ടി മാറ്റുകയാണ്. കാരണം എനിക്കൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. താല്പര്യമുള്ളവരെ ദൈവവചനം മനസ്സിലാക്കി കൊടുക്കുക, അർത്ഥം പറഞ്ഞു കൊടുക്കുക,
അറിയാവുന്നതെല്ലാം പകർന്നു കൊടുക്കുക അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് ഒരു ദിവസം തന്നെ പല മണിക്കൂറുകൾ ദൈവവചനത്തിന് വേണ്ടി എനിക്ക് വേർതിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വചനം പഠിപ്പിക്കുന്നവർ, പ്രസംഗിക്കുന്നവർ അത്രത്തോളം വചനവുമായി ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ദൈവവചനം ആരാധനയിൽ നിന്നും മാറ്റി നിർത്താൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ അടുത്തത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വേറെയും ആരാധന വേറെയുമായിട്ടാണ് നമ്മൾ പലപ്പോഴും പറയാറ്. പക്ഷെ ഓർക്കണം, ഈ ആരാധന നടക്കുമ്പോൾ, എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് വർഷിപ്പ് നടക്കുമ്പോൾ, കൂട്ടായ ആരാധന നടക്കുമ്പോൾ അതിൻ്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്, എലമെൻ്റാണ്, ഒരു പാർട്ടാണ് പ്രയർ. വർഷിപ്പ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ ആൻഡ് കോർപ്പറേറ്റ് പ്രയർ, എക്നോളജിങ് ഡിപ്പെൻഡൻസ് ഓൺ ഗാഡ്. ഇതിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിലത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വരെ ചിലർ ഒബ്സർവ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, ദൈവമേ എനിക്ക് നിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം, നിൻ്റെ സഹായമൊന്നും എനിക്ക് വേണ്ട. സെൽഫ് ഡിപ്പെൻഡൻസ് ആണ് അവിടെ വരുന്നത്. Prayer is God dependence. Prayerlessness is self dependence. പ്രാർത്ഥന എന്താണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. പ്രാർത്ഥന ദൈവാശ്രയമാണ്. പ്രാർത്ഥനയില്ലായ്മ സ്വയാശ്രയമാണ്. എന്ത് സംഭവിക്കും? പൊട്ടിപ്പാളീസാകും. കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ തന്നെ പോയി ഒന്ന് ടൈപ്പ് ചെയ്തിടുക. പ്രാർത്ഥന എന്താണ്? ദൈവാശ്രയമാണ്. പ്രാർത്ഥനയില്ലായ്മ സ്വയാശ്രയമാണ്. ഇതൊന്ന് ദയവായി ടൈപ്പ് ചെയ്തിടുക. കമൻറ്റ് സെക്ഷനിൽ വേണം ടൈപ്പ് ചെയ്യാൻ. സോ പ്രയർ ഈസ് ഗോഡ് ഡിപ്പെൻഡൻസ്, ഗോഡ് - ഡിപ്പെൻഡൻസ്, ആൻഡ് പ്രയർലെസ്നെസ് ഇസ് സെൽഫ് ഡിപ്പെൻഡൻസ്, സെൽഫ് - ഡിപ്പെൻഡൻസ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കാത്ത ഒരാൾ ഞാനെങ്ങനെ ഉള്ളിൽ കർത്താവിനെ വിചാരിക്കാറുണ്ട് എന്നല്ല പറയേണ്ടത്. പ്രയർ എന്ന് പറയുമ്പോൾ, ആഴത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. പ്രയറിന് ഒത്തിരി ആസ്പെക്ട്സ് ഉണ്ട്. ആരാധന പോലെ തന്നെ വളരെ ഒരു ഓഷൻ ലൈക്ക് കിടക്കുന്ന ഒരു വലിയ സബ്ജക്റ്റാണ് പ്രയറും. അത് രണ്ടും ഭയങ്കരമാണ്. ഇത് നമ്മൾ വളരെ ഇൻ്റർ കണക്റ്റഡ് ആണ്. സോ വർഷിപ്പ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ ആൻഡ് കോർപ്പറേറ്റ് പ്രയർ, എക്നോളജിങ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ദൈവത്തിൽ നമ്മുടെ ആശ്രയത്തെ അത് വെളിവാക്കുന്നു. ഇരമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായം, എനിക്ക് 5 മുതലൊക്കെ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൽ ആശ്രയിക്കാതെ ജഡത്തെ തൻ്റെ ഭുജമാക്കുന്ന ഏവനെയും, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അവരവരുടെ ജഡത്തിൽ, ഫ്ലഷിൽ ആശ്രയിക്കുന്നൊരു സ്വഭാവം വരുമ്പോൾ അത് വെളിവാക്കുന്നത് ദൈവത്തെ മാറ്റി നിർത്തി നമ്മുടെ കഴിവുകളിൽ, നമ്മുടെ ഇൻ്റലക്റ്റിൽ, നമ്മുടെ പാടവത്തിൽ, സാമർഥ്യത്തിൽ വിശ്വസിക്കും. എന്ത് സംഭവിക്കുക? അങ്ങനെയുള്ളവരെല്ലാം ശപിക്കപ്പെട്ടവർ എന്നെഴുതിയിട്ടുണ്ട്. അതൊരു ശാപത്തിന് കീഴിലാണ്. ദൈവാശ്രയമില്ലാതെ സ്വയകഴിവിൽ ആശ്രയിക്കുമ്പോൾ അത് നേരെ പോകുന്നൊരു ശാപത്തിൻ്റെ നുകത്തിൻ്റെ അടിയിലോട്ട് കയറിപ്പോകും. മത്തായി എഴുതിയ സുവിശേഷം 21:13 അത് കാണുന്നത്. ഇറ്റ്സ് റിട്ടൺ, ഹി സെഡ് ടു ദം, മൈ ഹൗസ് വിൽ ബി കോൾഡ് ഹൗസ് ഓഫ് പ്രയർ, ബട്ട് യു ആർ മേക്കിംഗ് ഇറ്റ് എ ഡെൻ ഓഫ് റോബേഴ്സ്. കർത്താവ് ഇത് ശക്തിയേറിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് റിട്ടൺ, ഹി സെഡ് ടു ദം. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ്? മൈ ഹൗസ് വിൽ ബി കോൾഡ് എ ഹൗസ് ഓഫ് പ്രയർ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എൻ്റെ അർത്ഥം, ദ പ്രൈമറി തിങ് ദാറ്റ് ഷുഡ് ഹാപ്പൻ ഇൻ എ ഹൗസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാലയത്തിൽ നടക്കേണ്ട, അല്ലെങ്കിൽ ഒരു ദേവാലയം എന്നുദ്ദേശിക്കുന്നതിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന. അതും വേറൊരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മൈ ഹൗസ് വിൽ ബി കോൾഡ് എ ഹൗസ് ഓഫ് പ്രയർ ഫോർ ഓൾ നേഷൻസ്. പഴയ നിയമത്തിൽ പോലും യഹൂദന്മാരെ ദൈവം തെരഞ്ഞെടുത്ത് അവർക്ക് കൽപ്പന കൊടുത്തു, അവർക്ക് എല്ലാ വാഗ്ദത്തങ്ങൾ കൊടുത്തു, ഇതെല്ലാം കൊടുത്തെങ്കിലും എക്കാലത്തും ജെൻറ്റൈൽസ് അല്ലെങ്കിൽ യഹൂദരല്ലാത്തവർക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഇത് നേരെ തിരിഞ്ഞ പോലെ ആയിപ്പോയി. അവരുടെ ഇമ്പോർട്ടൻസ് പോയെന്നല്ല, സകല ജാതികളും ഗോത്രക്കാരും വംശക്കാരും എല്ലാവർക്കും ഒരു വലിയ പ്രിഫറൻസ് കിട്ടുന്ന
ഒരു അനുഭവത്തിലേക്ക് അത് മാറി. ഇവിടെ പറയുന്നത് മൈ ഹൗസ് വിൽ ബി കോൾഡ് എ ഹൗസ് ഓഫ് പ്രേയർ. എൻ്റെ ആലയം സകല ജാതികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയുള്ള എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഈ ആലയത്തിലാണല്ലോ ആരാധന നടക്കുന്നത്, സാക്രിഫൈസ് നടക്കുന്നത്, എല്ലാ തിരുമുൽ കാഴ്ചവെക്കുന്ന എല്ലാം ആലയത്തിലാണ്. പക്ഷെ ആ ആലയം പ്രാർത്ഥനാലയമാണ്. എൻ്റെ അർത്ഥം ആരാധനയിൽ നിന്നും പ്രാർത്ഥനയെ മാത്രം അടർത്തിയെടുത്ത് കൊണ്ടുപോകാൻ സാധ്യമല്ല. അനേക ആരാധനാ ഗീതങ്ങൾ എന്നറിയപ്പെടുന്ന പാട്ടുകളും പ്രാർത്ഥനാ ഗീതങ്ങളാണെന്നറിയാമോ? അനേകം പ്രാർത്ഥന ഗീതങ്ങളാണ്. അതിനകത്ത് അപേക്ഷകളുണ്ട്. ഈ പാട്ടിൽ തന്നെ ആരാധിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പല പാട്ടുകളും പ്രാർത്ഥനാ പാട്ടുകളാണ്, പ്രയർ സോങ്സ് ആണ്. കാരണം അത് എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. പാപങ്ങളെ ഏറ്റുപറയുന്നതും ദൈവവചനം ഉറക്കെ വായിക്കുന്നത്. ചില സമയത്ത് ദൈവവചനം ഉറക്കെ വായിക്കുമ്പോഴാണ് പാപങ്ങൾ ഏറ്റുപറച്ചിലുണ്ടാകുന്നത്. ദൈവവചനം ശക്തമായി പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് ബൈബിൾ പറയുന്നതനുസരിച്ച് ഈ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ കീറുവിൻ. ഭയങ്കരമായ റിപ്പൻഡൻസ് അകത്തുണ്ടാവും. ഇത് കൂടാതെ വലിയ ചുറ്റിക കൊണ്ട് പാറകൾ അടിച്ചു പൊട്ടിക്കുന്നത് പോലെ ദൈവവചനം കേൾക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അകത്ത് നുറുക്കമുണ്ടാകും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇസ്രായേൽ യാത്രയിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക സംഘടനയുടെ ടോപ്പ് ലീഡറാണ്. രാജസ്ഥാനിൽ നിന്നാണ് വന്നത്. അദ്ദേഹം വന്നു. കർത്താവായിട്ടൊന്നും ഒരു ബന്ധമില്ല. വൈഫിനാണ് കുറച്ച് ബന്ധമുള്ളത്. രണ്ടുപേരും പെൻഷൻ പറ്റി അല്ലെങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റ് ഫേസിലാണ്. അപ്പോൾ ഇവരെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരുമല്ല. എന്തൊക്കെയോ കാരണങ്ങളാൽ ആളുകൾ പിടിച്ചുകൊണ്ട് വന്നു. ഇസ്രായേൽ ടൂറിൽ വന്നിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിൽ യേശു പോയ സ്ഥലങ്ങൾ, യേശു പ്രാർത്ഥിച്ച സ്ഥലം, ഇതെല്ലാം കാണിച്ച് ഹോട്ടൽ റൂമിൽ വൈകിട്ട് പ്രേയർ നടക്കുക. അന്ന് ഇതിൻ്റെ ഒരു ക്രോഡീകരണം, എല്ലാവർക്കും ഒരു വിവരണം കൊടുക്കും. അന്നത്തെ എവിടെയെല്ലാം പോയി, എന്തൊക്കെയാണ് അതിൻ്റെ ബൈബിൾ പാസേജ് എടുത്തൊക്കെ. അപ്പോൾ ശക്തി ഒരു ആത്മാന്തരീക്ഷം വന്നു. നയം ദൈവജനമൊക്കെ പറയുന്ന സമയത്ത് ഈ മനുഷ്യൻ വലിയ തടിയുമ്പോഴുള്ളൊരു മനുഷ്യൻ വാവിട്ട് കരയുക, കൊച്ചു കുഞ്ഞിനെ പോലെ കരയും. ഞാൻ ചോദിച്ചു, എന്താ കരഞ്ഞ്? അയ്യോ, അത് യേശു എനിക്ക് വേണ്ടി സഹിച്ച പാടുകൾ ഓർക്കുമ്പോൾ, പങ്കപ്പാടുകൾ ഓർക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോയായിരുന്നു. അപ്പം അദ്ദേഹം അതിന് ശേഷം വന്ന് സ്നാനമേൽക്കുകയും കർത്താവിനെ സ്വീകരിക്കുകയെല്ലാം ചെയ്തു. വളരെ തീവ്രമായ മറ്റൊരു തീക്ഷ്ണ സ്വഭാവമുള്ള ഒരു മതസംഘടനയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. യേശു സ്പർശിച്ചു. അവിടെ ആ ആരാധനയിടയിൽ തന്നെ പ്രാർത്ഥന ഉയരുകയാണ്. ശക്തിയേറിയ പ്രാർത്ഥന ഉയരുകയാണ്. ഇങ്ങനെ അതിശക്തമായ പ്രാർത്ഥന ആരാധനയുടെ ഒരു പാർട്ടായിട്ട് കിടക്കുകയാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ അർത്ഥം ആരാധന ഗീതങ്ങൾ പാടുന്നതിനിടയ്ക്കും പ്രാർത്ഥിക്കാം, ഒരു തെറ്റുമില്ല. കാരണം പല ആരാധന ഗീതങ്ങളും പ്രാർത്ഥന ഗീതങ്ങളാണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ അടുത്തൊരു വചനഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 1 തെസ്സലോനിക്കർ 5:17 അവിടെ പറയുന്ന പ്രേ കണ്ടിന്യൂവലി, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ചില സ്ഥലത്ത് പറയുന്നത് പ്രേ അൺസീസിംഗ്ലി, നിർത്തിക്കളയാതെ പ്രാർത്ഥിപ്പിൻ, സ്റ്റോപ്പ് ചെയ്യാതെ പ്രാർത്ഥിപ്പിൻ. നമ്മളൊരിടയ്ക്ക് ഒരു സീസൺ അങ്ങനെയായിരുന്നു. അൺസീസിങ് പ്രേയറിൻ്റെ പ്രേ അൺസീസിംഗ്ലി, അത് ആ ഒരു ടൈറ്റിൽ തന്നെയാണ് നമ്മുടെ ഒരു സീസണിലെ പ്രാർത്ഥനകൾ നടന്നത്. ഇടമുറിയാത്ത പ്രാർത്ഥന, ശക്തിയേറിയ പ്രാർത്ഥന നടക്കുകയാണ്. ഇനി ആക്ട്സ് 2:42 അപ്പോസ്തലപ്രവൃത്തി 2:42 പറയുന്നത് they devoted themselves to apostles' teaching and to fellowship, to the breaking of bread and to prayer. അപ്പോൾ അന്ന് ആദിമ ക്രൈസ്തവ സഭയിൽ സഭ പിറന്നു വീണേ ഉള്ളൂ. ആരംഭിച്ച ശക്തിയേറിയ ഉണർവിൽ കാണുന്ന കാര്യങ്ങളാണ്. they devoted themselves to apostles' teaching, അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശത്തിൽ, and to fellowship, കൂട്ടായ്മയിലും, and to the breaking of bread, അപ്പം നുറുക്കുന്നതിലും, അതിനുശേഷം പറയാം and to prayer, പ്രാർത്ഥനയിലും അവർ ഉറ്റിരുന്നു. What a blessed church. അപ്പോൾ എത്രത്തോളം പ്രാധാന്യം ആദിമ ക്രൈസ്തവ സഭയിൽ
പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു ആരാധന യോഗങ്ങളിൽ എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ഭാഗമാണിത്. 4-ാമത്തേതിലേക്ക് പോകാം. പ്രൈസ്, സ്തുതിപ്പ് അല്ലെങ്കിൽ സ്തുതി അർപ്പിക്കുന്നത്. അവിടെ നമ്മൾ സാം 22:22, സങ്കീർത്തനം 22:22, അവിടെ I will declare your name to my people. In the assembly I will praise you. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. സ്തുതിക്കും, എല്ലാവരും ഒന്ന് പറഞ്ഞു സ്തുതിക്കും. അതൊരു ഡിസിഷനാണ്. ഞാൻ സ്തുതിക്കും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചതാണ് ഓൾറെഡി ചില ദിവസങ്ങൾക്ക് മുമ്പ്. ഇവിടെ പറയുന്നത് I will declare your name to my people. In the assembly I will praise you. ഇവിടെ ഒരു കാര്യം ഞാൻ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾക്ക് അവരവരുടെ മുറിയിൽ കയറിയിരുന്ന് ദൈവത്തിന് പാടാനും പ്രാർത്ഥിക്കാനൊക്കെ ഒരു കുഴപ്പമില്ല, ആരും കാണുന്നില്ല. എന്നാൽ ഒരു പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരുമ്പോൾ, ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ പലരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നാണം, അതുപോലെ ആരാധിക്കാൻ നാണം, ശരീരം ഒന്ന് അനങ്ങാൻ ഭയങ്കരമായ ലജ്ജ, ഇതൊക്കെ വരുന്നത് ഇത് ദൈവത്തിൽ നിന്നല്ല. പരിശുദ്ധാത്മാവിൽ നിന്ന് ഒരിക്കലും ഇത് സംഭവിക്കില്ല. ചില ആളുകൾക്ക് പരസ്യ സ്ഥലത്ത് ഭയങ്കര പ്രകടനങ്ങളായിരിക്കും, ഒറ്റയ്ക്കുള്ള ആരാധനയില്ല, പ്രാർത്ഥനയില്ല. ഇതിന് രണ്ടിൻ്റെ ബാലൻസ് ആണ് നമുക്ക് ആവശ്യം. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത് അങ്ങനെ തന്നെ പോട്ടെ, ഒരുമിച്ച് വരേണ്ടത് അങ്ങനെയും വരണം. ഈ രണ്ട് രീതിയിലും ഈ പ്രാർത്ഥന ആവശ്യമാണ്. ഞാൻ പറയാമല്ലോ, യേശു കർത്താവിൻ്റെ മാതൃക എടുത്താൽ തന്നെ യേശു കർത്താവ് നിർജ്ജന ദേശത്തേക്ക്, വിജന പ്രദേശങ്ങളിലേക്ക് തൻ്റെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലത്ത് അതുണ്ടായിരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ വെൽ ബാലൻസ്ഡ് ലൈഫ് ആയിരിക്കണം നമ്മുടെ ലൈഫ്. So I will declare your name to my people. In the assembly I will praise you. ഇവിടെ പറയുന്നത് in the assembly I will praise you. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ചെയ്തിട്ടുണ്ടോ? ചില ആളുകൾ ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ഭയങ്കരമായ ആരാധന നടക്കുന്ന സമയത്തും അവരിങ്ങനെ നോക്കി നിൽക്കും, എന്താ വാട്ട് ഈസ് ഹാപ്പനിങ്, അല്ലെങ്കിൽ അവരിങ്ങനെ കണ്ണടച്ച് ഇതിലൊന്നും ഇൻവോൾവ് ചെയ്യാതെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ദിസ് ഇസ് മൈ ഡിസിഷൻ, ഇൻ ദ അസംബ്ലി ഐ വിൽ പ്രൈസ് യു. പരസ്യ സ്ഥലത്ത്, ശ്രദ്ധിച്ചു കേൾക്കണം, പരസ്യ സ്ഥലത്ത് അനേകർ നിൽക്കുന്ന സമയത്ത് യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിന് പ്രതിഫലം ഇത്തിരി കൂടുതലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ചാൽ രഹസ്യമായി ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ പരസ്യമായി ദൈവപൈതലായി ജീവിക്കാൻ നിങ്ങൾക്ക് നാട്ടിലുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് രഹസ്യമായിട്ടല്ല. വഴിയെ നടന്നു പോകുന്നവർ പോലും തലകുലുക്കി അവനെ പരിഹസിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത്ര നാളത്തെ പ്രസംഗം എന്തായിരുന്നു, ഇവിടെ നാടിളക്കിയ മിനിസ്ട്രി, ഇപ്പം എന്തായി? ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്ന, ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളിലൂടെ നടക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത് I will declare your name to my people. In the assembly I will praise you. ഈ അസംബ്ലിയിൽ, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിച്ചിരിക്കും. 107 സങ്കീർത്തനം 32 വരാം. Psalm 107 verse 32. Let them exalt him in the assembly of the people and praise him in the council of the elders. അവിടെ പറയുന്നത് let them exalt him in the assembly of the people. 107:32 അല്ലേ? 107:32 ഞാൻ എടുത്തോട്ടെ. അവർ ജനത്തിൻ്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. വീട്ടിൽ പോരുന്ന രഹസ്യമായിട്ട് ചെയ്താൽ പറയാം, നോ, ജനത്തിൻ്റെ സഭയിൽ അവനെ പുകഴ്ത്തും, അതുപോലെ മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കും. ഭയങ്കരം. Praise him and praise him in the council of the elders.
ഇത് രണ്ടും നടക്കുന്നത് പബ്ലിക് സെറ്റിങ്ങിലാണ്. ഞാനതാണ് പറഞ്ഞത്, ഇത് ഒരു കോർപ്പറേറ്റ് വർഷിപ്പിൻ്റെ ഘടകങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അർത്ഥം, അനേകർ ചേർന്ന് വരുന്ന ഒരു ആരാധന നടക്കുമ്പോൾ അതിലൊന്നും ഇൻവോൾവ് ചെയ്യാതിരിക്കരുത്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണെന്ന് ബൈബിളുണ്ട്. നേരോടെ നടക്കുന്നവർക്ക്, നേരോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്തുതിക്കുന്നത് സ്യൂട്ടബിളാണ്, അപ്രോപ്രിയേറ്റ് ആണ്. അപ്രോപ്രിയേറ്റ് അല്ലാതെ വരുന്ന ആർക്കാണ്? നേരോടെ നടക്കുന്നില്ല, ദൈവത്തോട് ബന്ധമില്ല, ഇതിൻ്റെ വാല്യൂ അറിയില്ല, അങ്ങനെയുള്ളവരാണ് നേരോടെ നടക്കാത്തവർ. 107:32 നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് നമ്പർ 15. എബ്രായ ലേഖനം 13:5. Through Jesus therefore let's continually offer to God a sacrifice of praise, the fruit of lips that openly profess his name. അനേക പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്, എങ്കിലും വീണ്ടും ഒരിക്കൽ കൂടെ നമുക്കത് വിശദമായിട്ട് ഒന്ന് നോക്കാം. അതുകൊണ്ട് അവൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം, നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ പ്രാർത്ഥന, ആരാധന ഇതെല്ലാം ഈ പ്രത്യേക സർവീസ് ഓർഡറിലാണ് പഴയ നിയമത്തിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ ധൂപവർഗം അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രാങ്കിൻസെൻസ് തുടങ്ങിയതെല്ലാം കത്തിച്ച് ആ ധൂപവർഗം എങ്ങനെയാണ് പറയേണ്ടത്, നല്ല മണമുള്ള നല്ല സുഗന്ധമുള്ള പുക ഇതിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. അതൊരിക്കലും നിർത്താൻ പാടില്ല, എപ്പോഴും അതിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ പ്രധാനമായും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സ്തോത്രങ്ങളും നമ്മുടെ ആരാധനയും എല്ലാം നിരന്തരമായ ദൈവസന്നിധിയിലേക്ക് കയറുവാൻ, അതിൻ്റെ സിംബോളിക്കായിട്ടാണ് അക്കാലത്ത് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇക്കാലത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ പറഞ്ഞിട്ടുണ്ട്, ലെറ്റ്സ് കണ്ടിന്യൂലി ഓഫർ ടു ഗോഡ് എ സാക്രിഫൈസ് ഓഫ് പ്രൈസ്, ദ ഫ്രൂട്ട് ഓഫ് ലിപ്സ്. അധരത്തിൻ്റെ ഫലമായി, അധരത്തിൽ നിന്ന് ഫ്രൂട്ടായിട്ട് പുറത്തേക്ക് വരുന്ന എന്താണത്? എ സാക്രിഫൈസ് ഓഫ് പ്രൈസ്. ആരാധന, സ്തോത്രത്തിൻ്റെ ഒരു വലിയ സാക്രിഫൈസ്, യാഗം. ശരിക്കും അതാണ് അതിൻ്റെ മീനിങ് പറയേണ്ടത്. എൻ്റെ അർത്ഥം, ഈവൻ വെൻ യു പ്രൈസ് there should be an element of sacrifice. അല്ലേ? ആരാധിക്കുമ്പോഴും സ്തോത്രം പറയും, സ്തോത്രം ചെയ്യുമ്പോഴും ഒക്കെ ഒരു എലമെൻ്റ് ഓഫ് പ്രൈസ്, എലമെൻ്റ് ഓഫ് സാക്രിഫൈസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ത്യാഗം ചെയ്യാനും ത്യജിക്കാനൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ടു വേണം നമ്മൾ ചെയ്യാൻ. സോ ഇന്ന് നമ്മൾ കണ്ടത് പ്രെയർ ആൻഡ് പ്രൈസ്, രണ്ട് കാര്യങ്ങളാണ്. പ്രെയർ ആൻഡ് പ്രൈസ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും സ്തുതിപ്പും, പ്രാർത്ഥനയും സ്തോത്രം ചെയ്യലും. കൈനീട്ടം. കർത്താവേ, ഇന്ന് ഞാൻ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട ദൈവവചനങ്ങൾ ശക്തമായി അകത്തേക്ക് ഇറങ്ങി ഇടിച്ചിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളിലും കൂട്ടായ്മകളിലും കുടുംബങ്ങളിലൊക്കെയുള്ള ആരാധനയുടെ രീതികളിൽ ഒരു വലിയ മാറ്റമുണ്ടാകട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആരാധന ആ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. കരൾ സംബന്ധമായ രോഗങ്ങൾ ആരോഗ്യ കർത്താവ് സൗഖ്യമാക്കുന്നു, കിഡ്നികൾ സൗഖ്യമാക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. വലിയ അനുഗ്രഹങ്ങളും വിടുതലുകൾ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സോ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ എല്ലാ ലിങ്കുകളും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.